ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മ ഇപ്പോൾ ഉള്ളത് ഓൾഡ് ഡൽഹിയിലാണ്. ഓൾഡ് ഡൽഹിയിലെ ഏതൊരു ഗല്ലിയുടെ ഉള്ളിൽ, എനിക്ക് തോന്നുന്നു ഡൽഹിയുടെ ഏറ്റവും മോസ്റ്റ് ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹിയിലെത്തിയപ്പോൾ മുതൽ കുറേ ചുറ്റിനും സ്കാമേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു പണിയെടുക്കാണ്ട് ഇവിടെ വരുന്ന യാത്രക്കാരുടെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇറക്കുന്ന കുറേ ആൾക്കാർ. അങ്ങനെയല്ല, യാത്രക്കാരുടെ കയ്യിൽ നിന്ന് ഒരു പണിയും എടുക്കാതെ പൈസ തട്ടിയെടുക്കാനുള്ള മറക്കുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് സ്കാമിലൊക്കെ പെട്ടെന്നുണ്ടെങ്കിൽ ഡൽഹിയിലെത്തിയിട്ട് അന്ന് തന്നെ ട്രെയിൻ കയറാൻ വേണ്ടി തൽക്കാലം എടുക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഒരു 2 പേര് വന്നിട്ട് ഇതിപ്പം തന്നെ കൺഫേം ടിക്കറ്റ് ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടും പോയി. തൽക്കാലം കിട്ടിയില്ല. കൺഫേം ടിക്കറ്റ് ആണെങ്കിൽ അവന്മാർ 3 AC-ക്ക് 5500 പറഞ്ഞു. 5500 ടിക്കറ്റിന് പിന്നെ ഒരു 500 രൂപ വേറെ അവരുടെ ചാർജ് ഒന്നും പറഞ്ഞത് 6000 രൂപ, അതായത് 12,000 രൂപ ഞങ്ങൾക്ക് രണ്ടും കൂടി എറണാകുളത്ത് എത്തണമെങ്കിൽ ഫ്ലൈറ്റിന്റെ ചാർജ് കൊടുക്കണം അവന്മാർക്ക്. അപ്പൊ എന്തായാലും ഡൽഹിയിൽ സ്റ്റേ ആയിപ്പോയി. കാരണം ഇപ്പോൾ വന്നിട്ട് പണിവാളിയിരിക്കണേ, ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് ഡൽഹി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി, വി ആർ ഗോയിങ് ടു ചാന്ദിനി ചൗക്ക്. ഒരു ഫേമസ് മാർക്കറ്റാണ്. പിന്നെ ആ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ഗുരുദ്വാരയുണ്ട്, അതും കൂടി വിസിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് പാറു ഡൽഹി? പറയൂ. ചാന്ദിനി ചോക്കിലേക്ക് പോകാനുള്ള ഐഡിയ ഒരു മെനകെട്ട ഐഡിയയിൽ പോയെന്ന് തോന്നുന്നു. അമ്മാതിരി തിരക്കും, നല്ല പൊടി, നല്ല രസം. കാറിന്റെ സ്കൂട്ടിയുടെ ഒക്കെ നൈസ്. കാണാൻ നീ ആയുധങ്ങൾ എടുക്കാൻ വേറെ ലോകം നോക്കി. എവിടെ ചെന്നാലും ആയുധം പിടിച്ചുള്ള കളിയാണല്ലോ നിന്റെ.
നൈസായിട്ട് മാർക്കറ്റ് കാണാൻ വേണ്ടി വന്നിട്ട് ചേച്ചി പർച്ചേസ് തുടങ്ങി. എന്നിട്ട് ആ ഒരെണ്ണം നിന്റെ ഒരെണ്ണം എന്റെ. ഒരെണ്ണം നിന്റെ ഒരെണ്ണം എന്റെ. 550 250. ഓക്കെ. നമ്മ ചാന്ദിനി ചൗക്കിലേക്ക് പോകുമ്പോഴേക്ക് കാണുന്നൊരു പള്ളിയാണിത്. നല്ല വലിയൊരു പള്ളി. പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പാറു പറഞ്ഞു തരും. ആ പറഞ്ഞോ, എന്താണ്? ഹവാ മഹല. ഇതൊരു മഹലാണ്. മഹലാണ്. ആ മഹലി. ഷാജഹാൻ പണിതൊരു എന്തിനാടി എന്നൊന്നേക്കെ പറയണ വെറുതെ. ഏതൊരു കഥ എനിക്ക്. ഇവിടെ ഒരു മാർക്കറ്റ് പണിതത് ഷാജഹാനാന്ന് പറഞ്ഞത് ചാന്ദിനി ചൗക്ക് അല്ലെ. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള പള്ളിയും അങ്ങനെ പണിതായിരിക്കും. എന്താണ്? ഷാഹി ജമാ മസ്ജിദ് ബിൽഡ് ബൈ മുഗൾ എംപറാറ. എടാ കണ്ണ് ബ്ലറായടാ. 1656 AD. അങ്ങനെ ജുമാ മസ്ജിദിൽ വന്നു. ഒരു അരമണിക്കൂർ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് ഞങ്ങൾ ഗുരുദ്വാരയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. കോട്ടയെന്ന് തോന്നുന്നു. നമ്മളടുത്ത ഗല്ലിയിലേക്ക് കയറി. ഇവിടെ ഫുള്ള് ലേഡീസ് ആക്സറീസാണ്. ഇവിടെ ഈ കൈകൾ വിട്ട് കഴിഞ്ഞാൽ പണി പാടും. അല്ലേ? അത്തറിനാടാ. ഇവിടെ ഒരാള് വാവ് പറഞ്ഞ് മടുക്കുന്നു. ഓരേ കട കണ്ടാലും അപ്പ പറയും വാവ്. അടുത്ത കട കാണുമ്പോഴും പറയും വാവ്. കൈ വിടില്ല ഞാൻ. വാവ്. പിന്നെ 3200 വേണ. ഇവിടെ വില കുറവാണെന്നും പറഞ്ഞു വന്നാണ്ട ചമ്മിപ്പോയി. ആൻഡ് ദിസ് ഈസ് ചാന്ദിനി ചോക്ക് മാർക്കറ്റ്. 17ാം നൂറ്റാണ്ടില് മുഗൾ എംപററായ ഷാജഹാൻ നിർമ്മിച്ചതാണ് ഈ മാർക്കറ്റ്. ആ മാർക്കറ്റ് ഇപ്പോഴും നിലനിന്ന് പോകുന്നു. ഇവിടെ ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ വെഡിങ് ഡ്രസ്സുകൾ, വെഡിങ് എക്യുപ്മെന്റ്സ്. ഒരാൾ വെഡിങ് ഡ്രസ്സല്ലേ? വെഡിങ് ഡ്രസ്സും പിന്നെ അതിന്റെ ആക്സറീസ്, പിന്നെ സിൽവർ ആക്സസറീസ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇവിടെ. നമുക്ക് എന്തായാലും ഒന്ന് ചുറ്റി നടന്നു നോക്കാം. കയറി നോക്കിക്കോ. ഞാൻ പുറത്തു നിന്നോളാം. കയറി. ഇതെങ്ങനെയുണ്ട് ഇപ്പൊ അവിടെ നോക്കി. എന്താണ് മാഡം കണ്ണു മഞ്ഞളിച്ചിരിക്കണ? മാഡം എയറിലാണോ? നൈസ്. വിച്ച് വൺ? ഓറഞ്ച്. ഗുഡ്. ഇവിടെ വന്നപ്പോഴാണ് ഒരു ആശ്വാസമായത്. കുറച്ചെങ്കിലും വൃത്തിയുണ്ട്, മാന്യമായിട്ടുള്ള ആൾക്കാരെയും കാണാം. യെസ്, ഇവിടെയാണ് നമുക്ക് കയറാൻ പോകുന്നത്. ഗുരുദ്വാര സിസ്ഗഞ്ച് സാഹിബ്. ഇവിടെ വന്നപ്പോഴേക്കാണ് ഇത്തിരി
അകത്ത് കയറിയാലോ ഗുരുദ്വാരയുടെ അതേക്ക് കയറണം. ആ മാച്ചിങ് നോക്കി എടുക്കുക. റെഡ് മാച്ചിങ് ആണല്ലോ അതിനക്ക്. കൈയും കാലും മുഖമൊക്കെ കഴുകി നമ്മതേ ഗുരുദ്വാരയുടെ അകത്തേക്ക് കയറാൻ പോകുന്നു. അകത്തേക്ക് ക്യാമറ എവിടെയാണെന്ന് അറിയാൻ പാടില്ല. ഒരാളുടെ ചോദിച്ചപ്പോൾ ഒരു ഫോട്ടോ വേണമെങ്കിൽ എടുത്തോ, വീഡിയോ ഒന്നും അധികം എടുക്കരുതിട്ടാന്നാ പറഞ്ഞത്. നോക്കാം ഗായ്സ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി പുറത്ത് വന്നു. പ്രസാദം കിട്ടി. അകത്ത് വീഡിയോ ഒന്നും സമ്മതിച്ചില്ല. ഫോട്ടോ എടുത്തപ്പോൾ തന്നെ ഫോട്ടോ ഒന്ന് ഡിലീറ്റ് ചെയ്യിപ്പിച്ച്. ഞാൻ മര്യാദക്ക് പറഞ്ഞാലുള്ള എടുത്ത് ഫോട്ടോ എടുക്കണ്ടെന്ന്. റീസൈക്കിൾ ബിന്നിന്ന് അയാളെടുത്ത് ഡിലീറ്റ് ചെയ്യിപ്പിച്ച്. പിന്നെ അവര് മണ്ടന്മാരാണല്ലോ. അതല്ലേ ഗാലറി കയറി റീസൈക്കിൾ ബിൻ എടുക്കാൻ പറഞ്ഞതിൻ്റെ അടുത്ത്. ഗുരുദ്വാരയിൽ നിന്ന് നമ്മൾ പയ്യെ ഇറങ്ങണാണ്. എന്തായാലും ഒരു അരമണിക്കൂറോടെ സ്പെൻഡ് ചെയ്ത് അകത്ത് ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊള്ളി വൈബായിരുന്നു അല്ലേ? ശാന്തി ആയിരുന്നില്ലേ? ആകെ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. പാറുവിന്റെ ആഗ്രഹപ്രകാരം സൈക്കിൾ റിക്ഷ ആണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് ഇലക്ട്രിക് സൈക്കിളാണ്. എങ്ങനെയുണ്ട്? ഇവിടെ തൊട്ടലും പിടിച്ചത് 150 രൂപയാണ്. അതെ, ഇവിടെ നിന്ന് കിലോമീറ്റർ പോയാലും 150 രൂപ, 2 കിലോമീറ്റർ 150 രൂപ. ഇത് 2.5 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ റൂമിലേക്ക്. ഈ 2.5 കിലോമീറ്റർ പോണതിനാണ് 150 രൂപ. സവാരി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സവാരി സൂപ്പർ അല്ലേ? ചാന്ദിനി ചോക്ക് മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെയുള്ള സവാരി. സഫാരി അല്ലേ? സവാരി. ഹൽദിറാംസ് എന്താ? ഓ, അത് തലൈരാജാണ്. ഒരേ പൊളി. എന്റെ പൊന്നോ, ജെറ്റ് ബൂമ്പു. ചാന്ദിനി ചോക്ക് മാർക്കറ്റ് ഏതാണ്ട് കഴിഞ്ഞ് ഇനി നമ്മളെ ലോക്കൽ മാർക്കറ്റിലോട്ട് കയറും. ഈ ശാന്തി സമാധാനമൊക്കെ അങ്ങോട്ട് പോകും. ഇവിടെ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണവരെയൊക്കെ സമ്മതിക്കണം. തോന്നിയ പോലെ ഹെൽമെറ്റിലും കുഴപ്പമില്ല. ഒരിത്തിരി മാന്യത. ആഹാ, ശാന്തി എല്ലാം അവസാനിച്ചു. ഇനി ദുരിതം പിടിച്ച യാത്രയായിരിക്കും. ഒരു നഷ്ടമില്ല. അവന് ഇത്രയും ബ്ലോക്കിനിടയിൽ നടന്നു പോകാൻ ഈസിയാണ്. നടന്നു വന്നപ്പോ ഈസി ഉണ്ടായില്ലല്ലാണ്ട്. അതല്ല ഉദ്ദേശിച്ച, ഇതിനേക്കാൾ ഈസിയാണ് നടന്നു പോകുന്നതെന്ന്. അതെ അതെ അതെ. വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടല്ലേ. ഇപ്പൊ തിരക്ക് കുറഞ്ഞിട്ടോ. ഏതോ ഗുദാമിലെത്തി ഗായ്സ്. ദൈവമേ, പൊടിയും തിരക്കും ഒരു രക്ഷയിൽ. ഇവിടുത്തെ ആൾക്കാർ ഇതെങ്ങനെ ഇതിനുള്ളിൽ ജീവിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവൻ ഈ ത്രികോണെന്ന് പറഞ്ഞിരിക്കുന്ന സാധനം കൊണ്ട് ഇടവഴി കൂടിയൊക്കെ കയറണുണ്ടാ. ദൈവമേ, പട്ടിയുടെ കാലിക്കേറ്റല്ലേ. ഓ, എനിക്ക് ഛർദിക്കാൻ. ഗായ്സ്, ഇവിടെ തട്ടുകടയിൽ ബിയർ. പൊളി. തട്ടുകടയിലും കിട്ടും ബിയർ. നമ്മുടെ ഡൽഹിയിൽ ആക്ച്വലി ട്രാഫിക് ജാമല്ല, ട്രാഫിക് അച്ചാറാണ് ഇവിടെ. എന്റെ ദൈവമേ, സിഗ്നലിൽ വീണാലും കടന്നു പോകാൻ പറ്റുള്ളൂ. അച്ചടക്കമില്ലാത്തോണ്ടുള്ള ട്രാഫിക് അച്ചാറ്. അതെ, അങ്ങനെ. തിരിച്ച് നമ്മൾ നമ്മുടെ ഗല്ലിയിലേക്ക് എത്തി. അതിൻ്റെ ഇടയ്ക്ക് ഓട്ടോക്കാരൻ്റെ ഒരു വേഷം കെട്ട്. അത് 150 പറഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോൾ 250 കൊടുക്കണമെന്ന്. 150 കൈ കൊടുത്തിട്ട് പടിയായിക്കോന്ന് പറഞ്ഞു. ഗായ്സ്, നമ്മൾ ഹോട്ടലെത്തി. ഇവിടെയാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. സോന ഇന്റർനാഷണൽ റൂമിലെത്തി. റൂമൊന്നും മര്യാദ കാണിക്കാത്തതേ, ചാപ്പൊട്ടി സെറ്റപ്പ്. പിന്നെ ഇതേ ഇവിടെ നടപടിയൊക്കെ ഉള്ളു. എല്ലായിടത്തും ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ തന്നെ. അവിടെ ഡൽഹിയിൽ വരുന്നവർ തീർച്ചയായും സ്കാമേഴ്സിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക.
ഓട്ടോയാണെങ്കിലും റൂമാണെങ്കിലും ട്രെയിൻ ടിക്കറ്റ് ഫുഡ് ഇവിടെ തൊട്ടാ സ്കാമേഴ്സാണ്. എനിക്ക് ആകെ ഇവിടെ ചാന്ദിനി ചോക്കില മറ്റേ ഗുരുദ്വാരയിൽ പോയപ്പോ ബെസ്റ്റ് ഇൻ ദ ബെസ്റ്റ്. ആ തിരക്കിന്റെ ഇടയിലും പൊളി. അപ്പൊ എന്തായാലും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ശംഭോ മഹാദേവ.